ഹലോ ഹലോ, കേക്കുന്നുണ്ടോ? നിനക്ക് കേൾക്കുന്നില്ലേ? അതല്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അവിടെ? എന്തുവാടാ തെലുങ്ക് പടത്തിന് ഡബ് ചെയ്യുന്നോ? എടാ, ഞാൻ ഗോവിന്ദൻകുട്ടിയാണെന്ന്. ആ, ഞാനേ അപ്പൂപ്പന്റെ വീട്ടിന്റെ അവിടെ എത്തി. ആ എടാ, അപ്പൂപ്പന്റെ കാര്യം ചെന്നിട്ട് പറഞ്ഞിരുന്നല്ലോ. ഓ. അപ്പൂപ്പന് ഭാര്യ മക്കളൊന്നുമില്ല, ആകെയുള്ളൊരു അകന്ന ബന്ധു ഞാനാ. എനിക്ക് ഈ സ്വത്തുക്കളെല്ലാം വന്ന് ചേരുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ കഷ്ടകാലത്തിന് സോനയെന്ന് പറഞ്ഞൊരു ഹോം നേഴ്സ് അപ്പൂപ്പനെ പരിചരിക്കാൻ വന്ന് ഇപ്പൊ ഈ സ്വത്തുക്കളെല്ലാം കൂടെ അവക്ക് എഴുതി കൊടുക്കുമെന്നാ പറയുന്നത്. ഞാൻ എന്ത് ചെയ്യും? എടാ, നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ? അതിന് നീ അവളെ പ്രേമിച്ചെങ്കിൽ കെട്ടടാ. അതല്ലേ രസം. എടേ, അവക്ക് എന്നോട് ഒരു താല്പര്യമില്ല. എടാ, അതിനല്ലടാ പുല്ല, ഞാനൊരു ലേഖ്യം നിന്റെ കയ്യിൽ തന്നു വിട്ടെ. ലേഖ്യമൊക്കെ നടക്കൂടെ? എടാ, ഇതൊരു വശീകരണ ലേഖ്യമാണ്. ഇത് പാലിൽ കലക്കി കൊടുത്താൽ കുടിക്കുന്നവർക്ക് കൊടുക്കുന്നവനോട് ലോഹ്യം തോന്നുകയും കുടിക്കുന്നവൻ കൊടുക്കുന്നവന് കൊടുത്താൽ കൊടുക്കുന്നവന് കുടിക്കുന്നവരോട് ലോഹ്യം തോന്നുകയും ചെയ്യും. അതാണ് ഈ ലേഖ്യം. നീ ഒന്ന് കൊടുത്തു നോക്ക്. ഇത് പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഏതോ കുടുക്കാണെന്ന് എനിക്ക് മനസ്സിലായി. ദൈവമേ, സോന വളഞ്ഞാ മതിയായിരുന്നു. ആ ഫ്ലോ അതെ, പയറ് പോലെ നിക്കുന്നുണ്ടല്ലോ. ഇത് വയറ് പോലെ വയറിന്റെ പെടലി പോലെ നിൽക്കൂ. അതല്ല, പയറുമണി പോലെ നിക്കുന്നുണ്ടല്ലോ. അതല്ലേ രസം. ഞാൻ ഇന്ന് രാവിലെ പയറാ കഴിച്ചത്. ആണോ? അപ്പൊ കൂടെ പുട്ടായിരിക്കുമല്ലോ. അയ്യോ, പുട്ടാണെന്ന് അങ്ങനെ മനസ്സിലായി. അല്ല, പിന്നാലെ തള്ളും വരുമല്ലോ. രാവിലെ വന്ന് കയറിയല്ലേ ഉള്ളു. ഒരു ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും പറ. ഫ്രഷ് ജ്യൂസ്. നന്നായിരിക്കണേ, ഫ്രഷ് ജ്യൂസ്. അതെ, ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. ഇന്ന് കുളിച്ചോ? കുളിച്ചതല്ല, ഇന്ന് എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു ദിവസമാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതൊന്നും അല്ലെന്ന്. എന്താ? വളച്ചു കെട്ടില്ലാതെ ഞാനൊരു കാര്യം പറ. കുറെ നാളായിട്ട് സോനയോട് പറയണം എന്ന് ഞാൻ വിചാരിക്കാം. വളച്ചുകെട്ടില്ലെന്നും പറഞ്ഞ് നിന്നങ്ങ് വളയുവാണല്ലോ. എനിക്ക് സോന ഇഷ്ട. എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്താ ഒരു കുഴപ്പം? എടാ, എനിക്ക് വൈകുന്നേരം അമ്പലത്തിൽ പോണം. അമ്പലത്തിൽ പോണത് എന്റെ കുഴപ്പം തമ്മിൽ എന്തോന്ന് ബന്ധം? നിന്റെ കുഴപ്പം പറയാൻ നിന്നാ 2 ദിവസം എടുക്കും. പിന്നെ ഞാൻ എങ്ങനെ അമ്പലത്തിൽ പോകും? എടാ, എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. സങ്കല്പം? അത് എന്നെ കെട്ടാൻ പോകുന്ന ആള് ഒരു 6 അടി പൊക്കെങ്കിലും വേണം. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാ തിരിച്ചെന്നെ ഒന്നും പറയരുത്. ഞാൻ എവിടെ നിർത്തിയോ അവിടെ നിക്കണം. പിന്നെ ഏത് ഡ്രസ് ഇട്ടാലും പുള്ളിക്കാരന് മാച്ച് ആവണം. അതിന് പറ്റിയ ഒരാളുണ്ട്. ആരാ? തുണിക്കടയുടെ ഫ്രണ്ടിൽ ഡിസ്പ്ലേക്ക് വെക്കുന്ന ഡെമ്മി. അതാണ് നിനക്ക് പറ്റിയത്. കളിയാക്കല്ലേ, ആക്കല്ലേ. അപ്പാപ്പൻ എന്തേ? അപ്പ പറയാതെ ഇപ്പൊ പറഞ്ഞിട്ട് പോടി. അയ്യോ, അതല്ല, അപ്പാപ്പൻ എന്തേ? അതല്ലേ രസം. ഞാൻ ഇന്നലെ രാത്രി അപ്പാപ്പനെ ബാത്റൂമിൽ കൊണ്ടിരുത്തി. അയ്യോ, തിരിച്ചെടുക്കാൻ മറന്നുപോയി. അയ്യോ, ഹാർട്ടിന് അസുഖമുള്ള മനുഷ്യനാ. ആണ്ടിലല്ലേ അസുഖമുള്ളൂ, എന്നും അസുഖമില്ലല്ലോ. ആണ്ടിലല്ല, ഹാർട്ടിന് അസുഖമുള്ള മനുഷ്യനാ. അയ്യോ, ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അയാളെ ഹാർട്ട് 4 കീറും. പതുക്കെ വിളി. അയ്യോ, ആള് മിണ്ടുന്നില്ല. വേണങ്ങിയിരിക്കല്ലേ. ആണ്ട അപ്പാപ്പൻ പുറത്തുനിന്ന് വരുന്നു. Simple Simon met a pieman going to the fair. Said Simple Simon to the pieman, let me taste your ware. Said the pieman up to Simon. അപ്പാപ്പൻ എന്തിനാ ഈ വള്ളി പിടിച്ചോണ്ട് വരുന്നേ? എനിക്കിത് വള്ളി, എനിക്കിത് ബ്രേക്കാ. ഇത് കൈ വിട്ടാ ബാലൻസ് തെറ്റി പോകും. നീ വന്നാടാ. അയ്യോ, അപ്പാപ്പ എഴുന്നേറ്റ്. പിടിക്കണ്ട. എന്നെ എന്തിനാടാ ബാത്റൂമിനകത്ത് കയറ്റിയിട്ട് കുറ്റിയിട്ടത്? അതല്ലേ രസം. പുറത്തുനിന്ന് കുറ്റിയിടുന്നതാണോ രസം? അതല്ല, പുറത്തുനിന്ന് അകത്തേക്ക് നോക്കാതിരിക്കാൻ വേണ്ടിയാ പുറത്തുനിന്ന് കുറ്റിയിട്ടത്. എടാ, പുറത്തുനിന്ന് അകത്തേക്ക് നോക്കുമ്പോ വലിയ രസം. അകത്തല്ലടാ കുറ്റിയിടേണ്ടത്. അതിന് ഞാൻ അകത്തല്ലായിരുന്നല്ലോ, ഞാൻ പുറത്തല്ലേ. അപ്പൊ പുറത്തുനിന്നല്ലേ കുറ്റിയിടാൻ പറ്റുള്ളൂ. അത് കറക്റ്റാ. അയ്യോ, എന്റെ അപ്പാപ്പ എഴുന്നേക്ക്. അപ്പാപ്പൻ എവിടെ പോയി ടാറ്റു അടിച്ചു? ടാറ്റു അല്ല, ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ വന്നപ്പോഴേ ബാക്കിലെ ഫാൻ ഉണ്ടല്ലോ, എക്സോസ് ഫാൻ, അത് പൊളിച്ച് താഴോട്ടിറങ്ങി വന്നപ്പോ ക്ലാമ്പ് പിടിച്ചതാ. ക്ലാമ്പ് പിടിച്ചോണ്ട് രക്ഷപ്പെട്ടു. ക്ലാമ്പ് പിടിക്കായിരുന്നെങ്കിൽ നീ രക്ഷപ്പെട്ടേനും. ഞാനങ്ങനെ രക്ഷപ്പെടും. ഞാൻ മൂക്കും തല്ലി അടിച്ച് വീണ് ചാവുമ്പോ എന്റെ സ്വത്തെല്ലാം നിനക്ക് അനുഭവിക്കാമല്ലോ. അപ്പാപ്പ എന്നെ അങ്ങനെ കരുതിയേക്കണേ. കണയല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് നിങ്ങളെ നച്ചാപ്പിക്കൊന്നും വേണ്ട. ഒരു സീരിയസ് കാര്യം പറഞ്ഞോണ്ട് കോമഡി അടിച്ചോണ്ട് വരല്ലേ. നക്കാപ്പിച്ച വേണ്ട. എനിക്ക് അപ്പാപ്പന്റെ സ്നേഹം മാത്രം മതി. ഈ സ്വത്തും ബംഗ്ലാവും കാറും എല്ലാം ഒന്നും എനിക്ക് വേണ്ട. അപ്പൊ ഒന്നും വേണ്ട. എനിക്കറിയാവടാ, നീ എന്റെ അനന്തരവനല്ലേ. എനിക്കറിയാം നിനക്ക് സ്നേഹമുള്ളവനാ. നിനക്ക് ഈ സ്വത്തും വകയൊന്നും വേണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എഴുതി അവക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. എന്നാ ഞാൻ സത്യം പറയട്ടെ, എനിക്ക് വേണം. നിനക്ക് അങ്ങനെ തന്നെ വേണം. ഞാനൊരു കാര്യം പറയാം. നമ്മളാണ് ബന്ധുക്കള്, ഇതൊക്കെ അന്യ ആൾക്കാര്. എടാ, അന്യ ആൾക്കാരാണ് ബന്ധുക്കളെ പോലെ ഇപ്പൊ പെരുമാറുന്നത്. ബന്ധുക്കൾ അന്യ പോലെ പെരുമാറുമ്പോ ഞാൻ എങ്ങനെ അവക്ക് കൊടുക്കാതിരിക്കും? നമ്മളല്ലേ രക്തബന്ധം. അവള് തമ്മിൽ രക്തബന്ധമൊന്നും ഇല്ലല്ലോ. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ അവളാണോ എനിക്ക് ബ്ലഡ് തന്നേ? അപ്പൊ രക്തബന്ധമായില്ലേ? ഞാനും തന്നായിരുന്നു ബ്ലഡ്. നീ തന്ന് ഡേറ്റ് കഴിഞ്ഞ് 1 കവർ ബ്രെഡ്. അപ്പാപ്പ ഗുളിക കഴിച്ചായിരുന്നോ?
ഞാൻ ബാത്റൂമിൽ നിന്നല്ലേ വന്നത്, ആ. പിന്നെ കുളിയും കഴിഞ്ഞല്ലേ വന്നത്. അയ്യോ കുളിയല്ല, ഗുളിക കഴിച്ചായിരുന്നോ? അതിനിങ്ങനെ ആക്ഷൻ കാണിക്കണ്ട, എനിക്ക് കേക്കാം. എനിക്ക് ചെവിയുടെ പാമ്പാ. പാമ്പിന്റെ ചെവിയാന്നാ ഉദ്ദേശിച്ചത്. ഗുളിക കഴിക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്? എനിക്ക് കേക്കാന്നാ പറഞ്ഞത്. ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്ര കഷ്ടപ്പാടുണ്ടായിരുന്നോ? അല്ല അപ്പാപ്പനെ കഴിക്കായിരുന്നില്ലേന്ന്. അതെ, എനിക്ക് കേക്കാം. ആക്ഷൻ കാണിക്കണ്ട. തൂങ്ങിച്ചാവാൻ എനിക്കിപ്പോ മനസ്സില്ല. അയ്യോ തൂങ്ങിച്ചാവാനല്ല, അപ്പാപ്പൻ എന്താ കല്യാണം കഴിക്കാഞ്ഞേ? കല്യാണം കഴിക്കാൻ ഞാന് അങ്ങ് ബോർഡറിലായിരുന്നല്ലോ. സാരിയുടെ ബോർഡറില്ല, അല്ല ഏത് സ്ഥലത്തെ ബോർഡറിലെന്ന്? ഞാൻ കാശ്മീരിലായിരുന്നല്ലോ. ഞാൻ പട്ടാളത്തിലല്ലായിരുന്നോ? പാക് യുദ്ധം നടക്കുന്ന സമയം. ഒരു പാക്കിന് വേണ്ടിയിട്ട് ആരെങ്കിലും യുദ്ധം ചെയ്യുമോ? ചില പാക്കല്ലടാ പൊട്ടാ, പാകിസ്ഥാൻ. ഓ പാകിസ്ഥാൻ എന്നതാടി അവൻ പറഞ്ഞത്? അല്ല പാകിസ്ഥാനിലായിരുന്നല്ലോ യുദ്ധം. യുദ്ധം നടക്കുന്നതിനിടയ്ക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? കറക്റ്റാ, കല്യാണം കഴിഞ്ഞിട്ടല്ലേ യുദ്ധം നടക്കുന്നത്, യുദ്ധത്തിന് മുമ്പല്ലോ കല്യാണം നടക്കുന്നത്. എന്തുവാടി അവൻ പറയുന്നത്? അല്ല ഇതുവരെയുള്ള കഥ എന്തുവാന്ന് ചോദിക്കുക. കഥയില്ലാത്തവനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ കാശ്മീരിലായിരുന്നല്ലോ. അവിടുത്തെയൊക്കെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ? നല്ല ആപ്പിള് പോലാ ഇരിക്കുന്നേ. അതെന്താ മരത്തെ തൂങ്ങി കിടക്കുവോ? അല്ല അവര് നല്ല സുന്ദരികളാണോ? ഉറക്കം കെടുത്തുന്ന ഒരാളായിരുന്നു ഞാൻ അന്ന്. പെണ്ണുങ്ങളൊക്കെ ഉറങ്ങി കിടക്കുമ്പോഴേ അപ്പാപ്പ ചെന്ന് പടക്കം പൊട്ടിക്കും, പിന്നെ എങ്ങനെ ഉറങ്ങും? അല്ല അപ്പാപ്പ അത്രയും സുന്ദരികളായിരുന്നല്ലോ, എന്നിട്ട് എന്തേ അപ്പാപ്പൻ കെട്ടാഞ്ഞേ? ഞാനേ ഹേമമാലിനിയെ പോലൊരു പെങ്കൊച്ചിനെ കെട്ടാൻ വേണ്ടിയായിരുന്നത്. അന്ന് കെട്ടായിരുന്നതാ, ഇപ്പഴേ ഇരിക്കായി മാലിന്യം. അല്ല മാലിന്യെ കെട്ടായിരുന്നല്ലേ? ഓ ആ പോണ് കാറ്റാടി യന്ത്രം കൈ അതാ എന്റെ കൈക്കരുത്. അപ്പാപ്പ റെസ്റ്റ് എടുത്തോ. അപ്പൊ ഒരു ഗ്ലാസ് പാലൂടെ ഇട്. എന്തിന്? റസ്ക് മുക്കി തിന്നണ്ടായോ? അയ്യോ റെസ്റ്റ് അല്ല, റെസ്റ്റ് എടുത്തോ, ഞാനിവിടെ തൂക്കട്ടെ. റെസ്റ്റ് എടുത്തോണ്ട് എങ്ങനെ അടി തൂക്കുന്നേ? രണ്ടിന്റെ ഇടയിൽ കിടന്ന് ഞാന് ഈ രണ്ടുപേരുടെ ഇടയിൽ പോയി ഇന്ദിര കിടക്കുന്നേ. അത് കേക്കും. പാമ്പിന്റെ ചെവിയാടി. ആർക്ക്? പാമ്പിന്. അപ്പാപ്പ കേറി പോയിക്കേ. എവിടെ? ഇതെന്തോ ഇങ്ങനെ നടക്കുന്നേ? കീറിപ്പോവാൻ പറഞ്ഞു നീ. കീറി പോവാനല്ല, കേറി പോവാൻ. കേറിപ്പോ. ഞാനേ അലമാരയിൽ മടക്കട്ടെ. അലമാര എന്നെ മടക്കി വെക്കാൻ പോവാ. തുണി മടക്കാൻ പോവാന്ന് പറഞ്ഞതാ. ഓ ദൈവമേ എനിക്ക് വയ്യ. ഗുളിക വെച്ചിരുന്നല്ലോ ഞാന്. എവിടെ പോയോ എന്തോ. തുണി മടക്കി വെക്കാൻ പോവായിരിക്കും. അല്ല കളക്ടറേറ്റിലെ ഫയല് നോക്കുവായിരുന്നു. എന്താ ഗോവിന്ദൻകുട്ടി? അല്ല ഒരുപാട് ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കല്ലേ, അപ്പൊ ക്ഷീണം മാറ്റി പാലൊക്കെ കുടിക്കുക. അയ്യോ എനിക്ക് ഈ പാല് വേണ്ട. അയ്യോ ഇത് പ്രത്യേകതയുള്ള പാലാ. എന്താ കറുത്ത പാലാണോ? അതല്ലേ രസം. ഈ പാല് കുടിച്ചു കഴിഞ്ഞാൽ ചത്ത് കിടക്കുന്നവരെ ചാടി എഴുന്നേറ്റ് കുതിരയെ പോലെ ഓടും. ഞാൻ ചത്തില്ലല്ലോ. അങ്ങനെയല്ലേ, പാല് കുടി, ക്ഷീണമൊക്കെ മാറട്ടെ. എന്നാ ഒരു കാര്യം ചെയ്യ്, ഗോവിന്ദൻകുട്ടി ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി വെക്ക്, ഞാൻ ഈ പാല് കുടിച്ചോളാം. ദൈവമേ, ലേഹ്യം കലക്കി പാവല് കുടിക്കുന്നു, അവൾക്ക് എന്നോട് പ്രേമം തോന്നുന്നു, ഞാൻ അവളെ കെട്ടുന്നു, സ്വത്തല്ല എനിക്ക് സ്വന്തം. പിന്നെ ഈ ഗോവിന്ദൻകുട്ടി ആരാ? കുട്ടി കുടിച്ചു. എന്നിട്ട് നല്ല സ്വാദുള്ള പാല്. ഉള്ളി എന്തെങ്കിലും തോന്നുന്നു? ഉള്ളി ഇട്ടായിരുന്നോ പാലില്? ഉള്ളിയല്ല, അതായത് ഈ പാല് കുടിച്ചതിന് ശേഷം ഹൃദയത്തിൽ ഒരു തുടിപ്പ്, ഒരു ചവർപ്പ്, ഒരു ചുവപ്പ്, അങ്ങനെ എന്തെങ്കിലും. ഇങ്ങനെയൊക്കെ തോന്നണ്ടതേ ആദ്യം അപ്പൂപ്പനല്ലേ. അതെങ്ങനെ അപ്പൂപ്പന് തോന്നും? അല്ല ഗോവിന്ദൻകുട്ടി പറഞ്ഞത് ആ പാല് കുടിച്ചാൽ ക്ഷീണം മാറുന്നല്ലേ. ഞാൻ അപ്പൂപ്പനും കുറച്ച് കുടിച്ച്, ഞാനും കുറച്ച് കുടിച്ച്. എടാ ഇതൊരു വശീകരണ ലേഖ്യമാണ്. ഇത് പാലിൽ കലക്കി കൊടുത്താൽ കുടിക്കുന്നവർക്ക് കൊടുക്കുന്നവനോട് ലോഹ്യം തോന്നുകയും കുടിക്കുന്നവൻ കൊടുക്കുന്നവന് കൊടുത്താൽ കൊടുക്കുന്നവന് കുടിക്കുന്നവരോട് ലോഹ്യം തോന്നുകയും ചെയ്യും. അതാണ് ഈ ലേഖ്യം. നീ ഒന്ന് കൊടുത്തു നോക്ക്. ഹലോ ഹലോ പാലെടുത്ത് കുടിച്ചതേ അപ്പൂപ്പൻ അവളും കൂടെ രണ്ടുപേരുടെ പോരി കോഴികളെ പോലെ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയാ. നീ അതിനെങ്ങനെ ടെൻഷൻ ആവണ്ട. അതിനൊരു മറുമരുന്ന് നിന്റെ കൈ തന്നിട്ടില്ല, അതെടുത്ത് കുടിച്ചാ മതി. ഒരു പൊടി അത് കഴിച്ചാ മതിയാ? മതി. ഓക്കെ ഞാൻ കഴിച്ചു. നീ കഴിച്ചാ? എടാ പൊട്ട, നീയല്ല മറുമരുന്ന് കഴിക്കേണ്ടത്. പാല് കുടിച്ചവര് കഴിച്ചാലേ അതിന് പ്രയോജനമുള്ളൂ. ഞാൻ കഴിച്ചാലും കുഴപ്പമുണ്ടാ? നീ കഴിച്ചാലാ? എടാ നീ കഴിച്ചു കഴിഞ്ഞാൽ നീ ലൗകിക ജീവിതമൊക്കെ വെടിഞ്ഞ് ആത്മീയതയിലൊക്കെ പോകൂടാ. അപ്പൂപ്പ ഗോവിന്ദൻകുട്ടി, ഞങ്ങള് പാലൊന്നും കുടിച്ചില്ലടാവേ. നീ ഓടി സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേട്ട് എനിക്ക് ശരിക്കും പാമ്പിന്റെ ചെവി തന്നെ. നിനക്ക് അവളോടുള്ള ഇഷ്ടം എനിക്കറിയാം.
അവക്ക് നിന്നോടുള്ള ഇഷ്ടവും എനിക്കറിയാം. എന്റെ സ്വത്തും വകയെല്ലാം എനിക്കല്ലേടാ ഉവ്വേ. ആർക്ക് വേണ്ട സ്വത്ത് വകയും ഞാൻ ആത്മീയ ജീവിതത്തിലേക്ക് കടത്തിരിക്കുന്നു. ഹിമാലയത്തിലേക്ക് തപസ് ചെയ്യാൻ പോവാ. പറ്റുമെങ്കിൽ വണ്ടിക്കൂലി ഉണ്ടെങ്കിൽ താ. ഗോവിന്ദൻകുട്ടി എന്താ വത്സേ? അതാ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് വന്നതല്ല. എന്റെ ഒരു പെണ്ണും പിള്ളയുണ്ട്. ആ ഭൂതം എന്നെ തള്ളിക്കറ്റി പറഞ്ഞു വിട്ടതാ. ഈശ്വര, ഇപ്പൊ ഉയിര് മുകളിലോട്ട് പോയേന്. സുലോചനേട്ടാ, ആ ഭൂതമാ വരുന്നത്. ദൈവമേ, സുലോചനേട്ടാ, എന്താ 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 എന്തുവാ എന്തുവാ? അയ്യോ, എന്റെ ആങ്ങളെ കൊന്നേ! അയ്യോ, എന്റെ ആങ്ങളെ കൊന്നേ! 100 രൂപ കൊടുക്കാന്ന് പറഞ്ഞ 1000 രൂപയുടെ അഭിനയ തള്ളിക്കറ്റുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞത്. എന്തായി എന്തായി? നീ അല്ലേ പറഞ്ഞത് അളിയൻ ചെമ്മീൻ കെട്ട് വാരിക്കെട്ടാനും കണ്ടു പോയെന്ന് പറഞ്ഞു. ചെമ്മീൻ കെട്ട് വാരിക്കെട്ട് അതല്ല, ചെമ്മീൻ കെട്ടിലോട്ട് പോയതാണെന്ന്. ഇപ്പൊ ഇവിടെ ഉണ്ടോ? ഇതിനകത്തുണ്ട്. ഉണ്ടോ? അപ്പൊ പിന്നെ വീടിന്റെ ഭാഗം ചോദിക്കാൻ ഈസിയായി. ചോദിച്ചാ എനിക്ക് അറിഞ്ഞൂടെ എന്റെ ചേട്ടനെ. എന്റെ ഭാഗ്യത്തിന് കേട്ടില്ല. അടിക്കാട് വെട്ടാൻ വേങ്ങാണ്ട് വെളി കിടക്കുകയായിരുന്നു. അപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ? ഇല്ല. അത് പറഞ്ഞാ മതി. എന്റെ സുലോചനേട്ട അങ്ങോട്ട് വന്നേ. ഏതൊരു സ്ത്രീയുടെ വിജയത്തിന് പിന്നിലും ഒരു പുരുഷനുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പുറേ നിക്കാം, നീ പോയി ചോദിക്കാൻ പറഞ്ഞായിരുന്നു. നിങ്ങൾ ഇന്ന് മുതൽ സുലോചന പുത്രനല്ല, വെറും സുലോചന. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, സുലോചനൻ. ഒന്ന് പൊയ്ക്കേ ഇവിടുന്ന്. നിങ്ങൾക്കറിയാലോ, ആങ്ങളെ വിൽക്കാൻ പോവാ. അയ്യേ, അവനെ തന്നെ വിറ്റ എന്തോ കിട്ടാനാ? എന്റെ സുലോചന ചേട്ടാ, നിങ്ങൾ എന്തെങ്ങനെ കാര്യഗൗരവം ഇല്ലാതെ? എന്താ? എന്റെ ആങ്ങള ഈ വീടും പറമ്പും വിൽക്കാൻ പോവുകയാണേ. ഷെയർ ഇടണ്ടേ? അവനോട് പറ 500 രൂപ ഇടാൻ. ഞാനും 500 ഇടാം. നല്ലൊരു സാധനം എടുക്കാം. ഓ, സാധനം എടുക്കുന്ന കാര്യമാണോ ഞാൻ പറഞ്ഞേ? ഈ പറമ്പ് വിൽക്കുമ്പോ അതിലൊരു ഭാഗം ഈ പെങ്ങൾക്ക് തരണ്ടേ? എന്തിന്? എടി, കല്യാണം കഴിച്ചപ്പം ആങ്ങളെ അച്ഛനോട് ചേർന്ന് നിനക്കൊരു 19 പവൻ ഇട്ട് തന്നില്ലായിരുന്നോ? കല്യാണ ചെലവ് വേറെ, പിന്നെ ഒരു സ്കൂട്ടറും തന്നില്ലേ? എന്നിട്ട് 50 പവൻ എന്റെ നീ പറഞ്ഞ ബിസിനസ് ചെയ്യാൻ. എന്തോ ബിസിനസ് ചെയ്തു നിങ്ങള്? ചെരുപ്പ് കടയിട്ട്. ശബരിമലയെ കൊണ്ട് ചെരുപ്പ് കട ഇട്ട് വെച്ചേക്കണം. നിങ്ങളോട് ഞാൻ എന്തുവാ പറഞ്ഞേ? ചെരുപ്പ് സൂക്ഷിക്കുന്ന കട തുടങ്ങാനാണോ പറഞ്ഞേ? ഓക്കെ, അതുകൊണ്ട് പൊളിഞ്ഞു പോട്ടെ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊന്നും പണയണ്ട. ഞാനും എന്റെ ആങ്ങളെയും കൂടെ സംസാരിക്കുമ്പോ എന്തു ചോദിച്ചാലും അതെ എന്നങ്ങ് പറഞ്ഞാ മതി. എന്തോ പറയും? അതെ. ഈ മീറ്റർ കിട്ടണം. എനിക്ക് ഇപ്പോഴാ നിന്റെ മീറ്റർ കിട്ടിയത്. ഇനി ഞാൻ കൊണ്ട് കേറും. കേറിയാ മതി. ഇപ്പൊ മനസ്സിലായല്ലോ. ഞാൻ അഭിനയിക്കാൻ പോവാ. ഏതാ സീരിയല്? ഒരു കിഴങ്ങൻ ഭർത്താവിന്റെ ദാരുണ അന്ത്യം. എല്ലാ സീരിയലിലും ഒരേ കഥയാണോടി? ഇന്ന് മുതൽ നിങ്ങളുടെ കഥ ഇതായിരിക്കും. മിണ്ടരുത്. ഞാനൊന്ന് വിളിച്ചോട്ടെ. ആളങ്ങേ. എന്തുവാ ചിരിക്കുന്നേ? ആളങ്ങന്നല്ല, ആങ്ങളെ. ഞാൻ വിളിച്ചോളാം. അല്ല, ഇവര് നിങ്ങളങ്ങ എല്ലാം. ആങ്ങളെ. അയ്യോ അയ്യോ, എന്റെ അലർച്ച മോളെ. അലർച്ച മോളോ? അലർച്ചല്ല, എന്റെ ആർച്ച മോളെ എപ്പോഴും വന്നത്. അയ്യോ, എന്റെ ആങ്ങളെ, എനിക്കൊന്നും കാണാൻ വയ്യ, എനിക്കൊന്നും കാണാൻ വയ്യ. ഓ, എന്റെ കൊച്ചിന്റെ കണ്ണിന്റെ ബൾബ് അടിച്ചു പോയി. അയ്യോ, അതല്ല, ആങ്ങളാകെ കറുത്ത് മെലിഞ്ഞ് ഉണങ്ങി ഒട്ടി. അതെ. എന്താടി? എന്താന്നറിയാവോ, ഞാൻ ഓടിപ്പടച്ച് വരുമായിരുന്നു. എന്റെ ആങ്ങളെയെ ഞാൻ രാത്രി മുഴുവൻ സ്വപ്നം കണ്ടു. അതെ. മഞ്ചാടി ഗുരു, അവള് സ്വപ്നം കാണാൻ നീ എന്തിനാ കിടന്ന് കിണിക്കണത്? ഞാൻ അവിടെ കൂടല്ലേ കിടന്നത്. അപ്പൊ അവളെ സ്വപ്നം കാണുമ്പോ എനിക്കും കണ്ടൂടെ? അങ്ങനെ ആങ്ങളെ എന്തൊക്കെ ഉണ്ട്? എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാ അങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. അങ്ങനെങ്കിലും പോട്ടെ. അതല്ല, ആങ്ങളെ ഇവിടെ കഴിക്കാൻ എന്തോ ഉണ്ട്. അങ്ങനെയാണോ ചോദിച്ചത്? മോക്ക് എന്തോ വേണം? എനിക്കൊന്നും വേണ്ട ആങ്ങളെ, എനിക്കൊന്നും വേണ്ട. ആങ്ങളെ കണ്ടപ്പോ എന്റെ വയറങ്ങ് നിറഞ്ഞ്. ഗ്യാസാണടി? അയ്യോ, അതല്ല, ആങ്ങളോടുള്ള സ്നേഹം കൊണ്ട് എന്റെ വയറങ്ങ് നിറഞ്ഞ്. ആങ്ങളെ, പിന്നെ ഈ വീടും പറമ്പൊക്കെ വിൽക്കാൻ പോവാന്ന് കേട്ടു. ഞാൻ അറിഞ്ഞില്ല. നമ്മൾ അറിഞ്ഞിട്ടില്ല. ഷെയർ ചോദിക്കാനല്ലേ വന്നേ? ഷെയർ എന്നെന്തോ അളിയൻ പറഞ്ഞ്. അയ്യോ, അളിയന്റെ വായി നിന്ന് ഷെയർ എന്ന വാക്ക്. അതെന്താന്നറിയാവോ, കൊറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പൊ അളിയനും കൂടെ കാണുമ്പോ ഷെയർ ഇട്ടടിക്കാലോ എന്നാണ്. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? നീ നോക്കിക്കോ, കുറച്ച് കഴിയട്ടെ, ഞങ്ങള് തമ്മിൽ ഒരു അടിയുണ്ട്. അളിയനെ ചിന്ന് ചെമ്മീൻ കെട്ടി പോയില്ല. ഞാൻ ഇന്ന് മുതൽ കളരി പഠിക്കാൻ തീരുമാനിച്ചു. എന്നെ മലത്തി അടിക്കാനായിരിക്കും. നിങ്ങൾ വന്ന സമയല്ലേ, നിങ്ങളൊന്നിരി. ആങ്ങളെ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ വാഴത്തോപ്പിലെല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിട്ട് ആങ്ങളെ അതാ വരണം. വേഗം വരണേ ആങ്ങളെ.
വന്നേ സുലോചനേട്ടാ, നമ്മൾ ഷെയർ ചോദിക്കാനല്ലേ വന്നേ. അത് എന്നാ പിടിച്ചോന്ന് പറഞ്ഞ പുള്ളി തരത്തില്ല. നമുക്ക് കുറച്ച് ദാരിദ്ര്യം പറയാം. നമ്മുടെ വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമാണ്, ജീവിക്കാൻ വഴിയില്ല. അതുകൊണ്ട് ആകെ ഉള്ള സ്ത്രീധനം തന്ന സ്കൂട്ടറില്ലേ, അത് നമ്മൾ വിൽക്കുക. ഓ, നിങ്ങൾ വിൽക്കണ്ട, വിൽക്കുക നമ്മൾ അങ്ങ് പറയണം. അപ്പൊ സ്കൂട്ടർ പോലും വിറ്റിട്ടേ ജീവിക്കാൻ ഗതിയുള്ളൂ എന്നറിയുമ്പോ ആങ്ങളെ ഷെയർ തരും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അതെ, എന്തുവാ സുലോചനേട്ടാ, ഞാൻ എങ്ങനെയാ ആങ്ങളോട് ഷെയർ ചോദിക്കുന്നേ? എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്റെ പൊന്നാങ്ങളെ. അത് ആങ്ങളൊന്ന് വന്നേ. ആങ്ങളെ ആകെ പ്രശ്ന, തികഞ്ഞ മദ്യപാനിയായ ആള്. ആങ്ങളെക്കറിയോ, അങ്ങനെ ബാത്റൂം ഒന്ന് കേറി നോക്കണം. പിന്നെ കനവക്കൊന്ന് കൊട്ടാരമില്ല അതിനകത്ത് കയറിയിരുന്നു. അതല്ല, ഒരുപാട് മദ്യക്കുപ്പികൾ കിടക്കുക. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആങ്ങളെ ഒന്ന് ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് പോയി അന്വേഷിച്ചിരുന്നെങ്കിൽ അയാളുടെ സ്വഭാവം അറിയായിരുന്നല്ലോ. നീ നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. അവിടുന്ന് ഒരാൾ ഇവിടെ വന്ന് നിന്നെ കുറിച്ച് അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കുമായിരുന്നു. അതാണോ ഇവിടുത്തെ വിഷയം? അതാണ് ഇവിടുത്തെ വിഷയം അല്ലേ? ആങ്ങളെ വീടും പറമ്പും വിൽക്കാൻ പോവാന്നുള്ളത് എന്റെ ഭർത്താവ് എങ്ങനെയോ അറിഞ്ഞ്. അപ്പൊ പുള്ളി പറയാ, നിനക്കും ഒരു ഷെയർ തരണ്ടേടി അവൻ, നീ പോയി ചോദിക്കടി, അവൻ തന്നില്ലെങ്കിൽ നീ അവന്റെ കൂടെ നിന്നോ, എന്റെ അടുത്തേക്ക് വരണ്ടെന്നും പറഞ്ഞ് എന്തോ ഒരു അലക്കിയെന്നറിയോ എന്നെ. ഞാൻ നിന്റെ ആങ്ങളെയാണ്. നിനക്കൊരു പ്രശ്നം വരുമ്പോ ചോദിക്കേണ്ടത് ആരാണ്? ഞാൻ അറിയില്ല, ഞാൻ ചോദിക്കും. ഏയ്, എന്താണ് അതിന്റെ ഉദ്ദേശം? ഇത്രയും നാള് ഞാനല്ലേ ഓട്ടിച്ചത്, ഇനി നല്ല വില കിട്ടുമ്പോ ഞാൻ ആർക്കെങ്കിലും അത് വിൽക്കും. സ്കൂട്ടർ വിൽക്കുന്ന അളിയൻ ഇഷ്ടമല്ല, അതാ എന്നെ തല്ലി. എന്നാ വിൽക്കണ്ടെന്ന് പറ, കൊടുക്കുന്നില്ലെന്ന് പറ. സ്കൂട്ടർ ഞാൻ വിൽക്കുന്നില്ല. സ്കൂട്ടർ മാത്രം എന്തിനാ കൊടുക്കാതിരിക്കുന്നത്? എടാ അതും കൂടെ കൊടു. എടാ ഈ കൊച്ചിന്റെ കയ്യിലും കാലുമായിട്ട് എന്തുമാത്രം സ്വർണ്ണോടാ ഇട്ട് അങ്ങോട്ട് അയച്ചു തന്നത്? 19 പവന്റെ സ്വർണ്ണം ഇട്ട് അയച്ചാ, എല്ലാം വിറ്റ് തൊലച്ചാ നീ. എവിടെ കൈയൊന്ന് നോക്കടാ, കൈ നോക്ക്. എനിക്ക് കൈ നോക്കാൻ അറിയത്തുമില്ല. ഞാൻ നോക്കാനല്ല പറഞ്ഞത്, ഈ പെണ്ണിന്റെ കയ്യിലോട്ട് നോക്കടാ. ഒരു വള ഉണ്ടാ, ഒരു വള. വളയില്ലെങ്കിൽ എന്നാ, വളയിടാനുള്ള കൈ ഉണ്ടല്ലോ, ഒരെണ്ണം വാങ്ങിച്ചിട്. ഒരെണ്ണം ഞാൻ ഇട്ട് തരണുണ്ട് അങ്ങോട്ട്. ഒരെണ്ണം ഇട്ടിട്ട് എന്താകാനാ? 5-6 ഇട്. 5-6 താങ്ങോടാ സുലോചന നീ. ഞാനല്ലല്ലോ, അവളല്ലേ താങ്ങുന്ന. ഇട് ഇട്. എടി എവിടുന്നടി നിനക്ക് അവനെ കിട്ടിയത്? നിങ്ങളൊക്കെ കൂടെയല്ലേ എന്നെ തലേ കയറ്റി വെച്ചത്. ആങ്ങളെക്ക് അറിയാമോ, ഇങ്ങനെ സൈക്കോ ആണ്, സൈക്കോ. സൈക്കോ ആണ് ആളിയാ നീ. ഞാൻ എല്ലാം സൈക്കോ ആളിയാ. സൈക്കണം എന്നല്ല പറഞ്ഞത്, നീ സൈക്കോ ആണാ. എവളാ സൈക്കോ? കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോ അപ്പുറം ഇപ്പുറമുള്ള പെണ്ണുങ്ങൾ കാണാൻ വന്നപ്പോ എവളെ ഒരു കമ്പെടുത്തോണ്ട് വന്ന് ഓട് 2 കുത്തി ഇട്ടിട്ട് ആ ഓടിന്റെ പുറത്ത് ചൂല് വെച്ച് ഇങ്ങനെ തൂക്കുന്നു. എന്തിനാന്ന് ചോദിച്ചപ്പോ അവള് പറയാ, പുത്തൻ വെച്ച് പൊരപ്പുറം തൂക്കണ്ടേന്ന്. അപ്പൊ സൈക്കോ അല്ലേ അവള്? പൊന്നാങ്ങളെ, നിങ്ങൾ കേൾക്കണം, ഇങ്ങേരാണ് സൈക്കോ. ഞാൻ ഒരു ദിവസം നോക്കിയപ്പോഴേ അടയിരിക്കുന്ന കോഴി അങ്ങേര് പൊക്കി പിടിച്ചേക്കണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന കോഴിമുട്ട മാറ്റി താറാമുട്ട കയറ്റി വെച്ച്, മുട്ടയൊക്കെ വിരിഞ്ഞപ്പോ താറാ കുഞ്ഞുങ്ങള്. എന്നിട്ട് ഇങ്ങേര് പൂവൻ കോഴിയെ വിളിച്ചിട്ട് പറയാണ്, കണ്ടോ പിടക്കോഴിയുടെ അവിഹിതം, നിന്റെ ഭാര്യയുടെ അവിഹിതം കണ്ടോന്ന്. ഇതിന്റെ പേരിൽ പിടക്കോഴിയും പൂവൻ കോഴിയും തമ്മിൽ കൊത്തിപ്പറയും, അടിയും വഴക്കും. അത് കണ്ട് മാറി നിന്ന് ചിരിച്ചവനാണ് ഇവൻ. നീ എടി, നിനക്കിപ്പോ എന്തോ വേണം? എന്തായാലും വീടും പറമ്പും വിൽക്കാൻ പോവുകയാണല്ലോ, എനിക്കുള്ള ഷെയർ അങ്ങ് തന്നിട്ട് ഈ പുള്ളിയുടെ കൂടെ എന്നെ വിട്, ശല്യം ഒഴിഞ്ഞു പോട്ട്. അത് ശരി, ഐഡിയ ആൻഡ് ഡയറക്ഷൻ ഇവിടെയാണ്. അത് വെറും ആക്ടർ. എന്റെ അവകാശമല്ലേ അങ്ങളെ അത്? അല്ല, അവകാശം എന്ന് പറഞ്ഞാൽ നിന്റെ അവകാശം തന്നല്ലേടി വിട്ടത്? അയ്യോ, അത് കടമായിട്ടാണോ തന്നേ? അളിയന് വരാറിയാൻ കടമായിട്ടാണ് തന്നേന്ന്. അയ്യോ, അത് കടമായിരുന്നല്ലോ. ഇത് നമ്മുടെ അച്ഛന്റെ അമ്മയുടെ സ്വത്തിൽ നമുക്ക് അവകാശം ഉണ്ടേ. നമ്മളെ അച്ഛന്റെ അമ്മയുടെ സ്വത്തിൽ നമുക്ക് അവകാശമുണ്ട്. പിന്നെ എനിക്ക് കിട്ടണ്ടേ? അങ്ങനെ കിട്ടണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരു 1 ലക്ഷം രൂപ ഞാൻ അങ്ങോട്ട് തരും, മാച്ചോണ്ട് അങ്ങ് പൊക്കോളാം. എന്റെ പാട്ടിക്ക് വേണം 1 ലക്ഷം രൂപ. മൂക്കുപൊടി വലിക്കാനുണ്ടോ 1 ലക്ഷം കുണുവ? അത് ശരി, രാത്രി കിടന്ന് അതുകൊണ്ടാണോ നീ തുമ്മുന്നത്? ഒന്ന് മിണ്ടാതിരി ആങ്ങളെ. എന്തായാലും ഇത് വിറ്റ് കഴിഞ്ഞാൽ ഒരു 10-15 ലക്ഷം രൂപ കിട്ടും. അതിന്റെ പകുതി എനിക്ക് വേണം. അപ്പൊ നിനക്ക് 1 ലക്ഷം രൂപ വേണ്ട? വേണ്ട. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഇലയ്ക്കും മുള്ളിനും കാട്ടില്ലാത്തൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഒരു 1 ലക്ഷം രൂപ ഇങ്ങോട്ട് തരിക. അപ്പൊ ഈ വസ്തുവിന്റെ വീടിന്റെ പ്രമാണം ഞാൻ അങ്ങോട്ട് തരും. കൊണ്ടുപോയി ജീവിക്കുക, തിന്നെ എടുക്കുക, എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യടേ അങ്ങോട്ട്. ശരിക്കും 15 സെന്റ് സ്ഥലവും വീടും 1 ലക്ഷത്തിന്? 1 ലക്ഷം രൂപ മാറ്റമില്ലേ? എവിടെ സുലോചനേട്ടാ, നമ്മള് ബിസിനസ് ചെയ്യാൻ വെച്ച 1 ലക്ഷം രൂപ അല്ലേ, അതെടുത്ത് അങ്ങ് കൂടെ. അത് മാത്രമേ ഇനി ഉള്ളു. എന്തിനാ ഇനി അത്? നമുക്ക് 15 സെന്റ് സ്ഥലവും വീടും ഇല്ലേ? കൂടെ അങ്ങോട്ട്. അളിയന്റെ നമ്പർ പറ. അളിയന്റെ നമ്പർ ഇത്രയും കാലമായിട്ട് അറിഞ്ഞൂടാ എനിക്ക്? വന്നില്ല. അവിടെ നോക്ക്. കിട്ടി 1 ലക്ഷം രൂപ കിട്ടി. സന്തോഷം. ഇതാ ഐശ്വര്യത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ദൈവമേ എന്ന് വിചാരിച്ചു. ഓ, ശല്യോടി. അല്ല ആങ്ങളെ, ഇത് പ്രമാണമല്ലല്ലോ.
ഇത് ബാങ്കിലെ ജപ്തി നോട്ടീസ് അല്ലേ? തന്നെടി ജപ്തി നോട്ടീസ്. എടി നിന്റെ കല്യാണം നടത്താൻ വേണ്ടി ഈ വീടും പറമ്പും കൂടെ ബാങ്കിൽ ഞാൻ പണയം വെച്ചിട്ടല്ലേ നിന്റെ കല്യാണം നടത്തിയത്. അതിപ്പം ജപ്തിയായിട്ട് വന്ന് കിടക്കുകയാണ്. എടി ഇത് നിന്നെ അറിയിക്കാതെ ബാങ്കുകാരെ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. മഞ്ചാടിയം കൊണ്ട് വന്നേക്കണതിനിടയ്ക്ക് വീതം ചോദിച്ചോണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, മക്കളെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് വസ്തുവും വീടും എടുത്ത് നിങ്ങൾ എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്തു. അല്ല അതെങ്ങനെ ശരിയാവൂ? അല്ല ഒരു കാര്യം ചെയ്യ്, എന്നാ പിന്നെ എന്തായാലും നമ്മൾ ആങ്ങളെയും പെങ്ങളും അല്ലേ, ഞങ്ങൾ തന്ന 1 ലക്ഷം തന്നേ. അതങ്ങ് മറ്റടുത്ത് പറഞ്ഞാ മതി, ഇവിടെ നടക്കൂല. അല്ല എന്തു ആങ്ങളെ ഒരുമാതിരി ഒരു മനസാക്ഷി ഇല്ലാത്തവളെ, നീ എന്റെ അമ്മയുടെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞാണാടി? ഒരിക്കലും അല്ല. ഇതേതാ അണ്ണാച്ചിയുടെ തവിട് കൊടുത്ത് മാറ്റ സാധനം. അളിയ കൊടളിയാക്കി ഇപ്പോഴാണ് അളിയന്റെ അതേ കറക്റ്റ് സ്ഥലത്ത് പോസ്റ്റ് ആയത്. അതെ, എന്നാ പിന്നെ ഈ സന്തോഷത്തിനെ ഷെയർ ഇട്ട് നമുക്കൊരെണ്ണം അടിച്ചാലോ? ഇനിയും വേണോ ഷെയർ? അതെ. എനിക്ക് വാളിയാ. അപ്പൊ ഞാനോ? കള്ളം പ്രഭാകരനെ പിടിച്ച് ആ തൊണ്ടി മുതൽ എടുക്കുകയും വേണ്ടേ? സാറേ, പ്രഭാകരന്റെ ഭാര്യ സാറിന്റെ മുന്നിൽ അഭിനയിച്ച് വശീകരിച്ച് ഈ കേസ് ഇത് പ്രഭാകരനെ ഊരി കൊണ്ടുപോകും. അത് മാത്രമല്ല, അവൾ ഇവിടെ എവിടെയൊക്കെയാണ് ഒളി ക്യാമറ വച്ചിരിക്കണെന്ന് അവക്ക് മാത്രമേ അറിയാവൂ. അപ്പൊ നിങ്ങൾ വരുന്നില്ല? ഞങ്ങൾ ആരും വരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് മതി. SI പുഷ്പരാജ് വിടില്ലടാ. ചെന്ന് കയറിക്കൊടു. കുൽസിതകുമാരി. അതെന്താ ആറ്റിറ്റ്യൂഡാ സാറേ. ആറ്റിക്കൂടത്തി ഞാൻ ആറ്റിക്കളയും. ഈ കള്ളൻ പ്രഭാകരൻ നിന്റെ ആരാ? എന്റെ ഭർത്താവാ സാറേ. മാറ്റ് ടോൺ മാറ്റ്. അവൻ എന്താ ജോലി? കള്ളനാ സാറേ, കൊച്ചു കള്ളൻ. ഒരടി മാറിയില്ലേ? എന്ത് കാണിച്ചു നീ? ഒരടി തിന്നിട്ട് മാറി നിക്കാൻ പറഞ്ഞില്ലേ? എടി അതല്ല ഞാൻ പറഞ്ഞത്. ഒരടി എന്ന് പറഞ്ഞ ഇതാണ് ഒരടി. ഇത് അടിയല്ലല്ലോ, വടിയല്ലേ സാറേ. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ഭർത്താവ് പാവാ സാറേ. കുറച്ച് സാറേ സാറേ കുറച്ചുകൂടെ സാറേ. ഇത് കറക്റ്റ്. ഇങ്ങനെ സംസാരിക്കണം. ഇങ്ങനെ സംസാരിക്കണേ മനസ്സിലാകത്തുള്ളൂ. കള്ളൻ പ്രഭാകരൻ രാത്രി കാലങ്ങളിൽ ആൾക്കാരെ കത്തി കാണിച്ച് സ്വർണ്ണ ഊരിയെടുക്കുന്നു എന്നൊരു പരാതിയുണ്ട്. അല്ലാതെ പിന്നെ സ്വർണം കാണിച്ചിട്ട് കത്തി ഊരിയെടുക്കാൻ പറ്റുമോ? മണ്ടൻ സാറ് കേറി പോകുന്നല്ല. ഞാൻ അങ്ങോട്ട് ചോദിക്കും, അതിന് മറുപടി പറഞ്ഞാൽ മതി. അല്ല നീ ഒരു കാര്യം മിണ്ടിപ്പോരുതല്ലാതെ, മനസ്സിലായോ? രാത്രി 12 മണിക്ക് നിന്റെ ഭർത്താവ് ഓരോ വീട്ടിലും കേറി കുത്തി ഇറക്കി അവിടുന്ന് ഓട് പൊളിച്ച് താഴെ ഇറങ്ങി സ്വർണം ഞാൻ പറയുന്നത് നിനക്കൊന്ന് കേൾക്കാൻ. പിന്നെ നീ എന്താ മൂളി കേക്കാത്തേ? മൂളി കേക്കണം. മൂളല്ല എനിക്ക് മനസ്സിലാകത്തുള്ളൂ. മൂളാ സാറേ. രാത്രി 12 മണിക്ക് നിന്റെ ഭർത്താവ് വീട് കുത്തി പൊളിച്ച് സ്വർണം മോഷ്ടിക്കുന്നു. എന്താ സാറേ? എന്തോ കിരികിരി ഇങ്ങനെ മൂളണ്ടേ? മൂളണ്ട. ശരി, മൂളുന്നില്ല. എടി ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നതിന് മാത്രം ആൻസർ പറ. നീ ഇങ്ങനെ പറയല്ലേ കേട്ടാ. എന്നായിരുന്നു നിങ്ങളുടെ കല്യാണം? അത് രംഭത്തിലാണോ മകരന്തത്തിലാണോ എന്നറിയില്ല സാറേ. ഈ മലയാള മാസമായിരുന്നു, നല്ല മഴയുള്ള ഒരു മാസമായിരുന്നു. മലയാള മാസത്തിന്റെ പേര് കേട്ടോ, മകരന്തത്തില്. മഴയുള്ള മാസമാണ് അത്. കർക്കിടകടകടത്തിൽ എന്നെയും കൂടെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്കാണല്ലോ. എങ്ങനെയായിരുന്നു കല്യാണം? എന്താ എവിടെ പോകുന്നു? അല്ല ഇങ്ങനെയൊക്കെയായിരുന്നു കല്യാണം. എന്നാ പിന്നെ സാറിന്റെ തകിൽ അങ്ങോട്ട് പോയി. ശരിയാണല്ലോ. നീ ഭയങ്കര തരികിടയാണ് കേട്ടാ. അത് എന്റെ അച്ഛനൊരു കള്ളനായിരുന്നു സാറേ. എന്തൊരു അഭിമാനത്തോടു കൂടിയാ പറയുന്നത്. കളക്ടർ ആണെന്നുള്ള ധാരണയല്ല പറയുന്നത് സാറേ. ജനിച്ചപ്പോ തന്നെ എന്റെ അച്ഛനൊന്നുമില്ലായിരുന്നു സാറേ. ഞാൻ ജനിച്ചപ്പോ പിന്നെ ഷെർവാണി ഇട്ടോണ്ടല്ലേ. പണക്കാർക്ക് എന്തോ ആവാലോ. എന്റെ സാറേ, അച്ഛന്റെ കയ്യിൽ 10 പൈസ എടുക്കണ്ടായിരുന്നില്ല. അതുകൊണ്ട് അച്ഛൻ ചെറിയ മോഷണമൊക്കെ തുടങ്ങി. അങ്ങനെ സ്കൂൾ മാഷായിരുന്ന എന്റെ അച്ഛനെ നാട്ടുകാരെല്ലാരും കൂടെ തല്ലിച്ചതച്ച് കൊന്നു സാറേ. സ്കൂൾ മാഷായിരുന്നോ? അല്ല, പിന്നെ സ്കൂൾ മാഷെന്ന് പറഞ്ഞു കള്ളൻ എന്ന് പറയണതൊക്കെ നാണക്കേടല്ലേ സാറേ. അപ്പൊ സ്കൂൾ മാഷാന്ന് എന്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തിട്ടതാ.
എമ്പുരാനെ. ഞാൻ അടിച്ചില്ലല്ലോ. അല്ല തമ്പുരാനെന്നല്ലേ വിളിക്കേണ്ടത്? അല്ല എമ്പുരാനാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഇപ്പൊ പൃഥ്വിരാജൻ ഒരു ബൂസ്റ്റപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നിന്റെ ബൂസ്റ്റപ്പ് ഇല്ലെങ്കിൽ അയാൾക്ക് കഞ്ഞി കുടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പോലീസുകാരെല്ലാരും കൂടെ എന്റെ അച്ഛനെ തല്ലി ചതച്ചു സാറേ. ഞാൻ ഇത്രയും ദൂരം ഇരിക്കുകയാണ് കേട്ടോ. എന്റെ കയ്യിൽ ഒരു ഓഡിയോ കേട്ട് വിശ്വസിക്കരുത്. കാലമാണ്. എന്റെ അടുത്താണ് SI പുഷ്പരാജ് പിടി വിടത്തില്ല. എവളെന്ത് ചെതലാണോ തടി കടിച്ചു തിന്നുന്നത്? അല്ല സാറേ, ഞാൻ എന്റെ ദുഃഖം കടിച്ചമർത്തിയതാ. അതെന്തുവാ? അമർത്തി. സാറിങ്ങോട്ട് വാ. ടോൺ മാറ്റ്. മര്യാദയ്ക്ക് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന തൊണ്ടി മുതൽ തന്നില്ലെങ്കിൽ ഞാൻ പോലീസ് പട്ടി ഇവിടെ കൊണ്ടുവന്ന് മണപ്പിച്ച് ഞാൻ എടുത്തോട്ട് പോകും. ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ്. ഇതെന്തിനാടി ഇപ്പൊ സ്പ്രേ അടിച്ചത്? അത് പട്ടി വരുമ്പോ ഞാൻ നാറി നാണം കെട്ട് നിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ സാർ. മേശ തുറക്ക. മേശയുടെ താക്കോൽ എവിടെ? ഇല്ല. ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും ഇത്. എന്തിന്? പിന്നെ ഇതെങ്ങനെ തുറക്കും? ഇങ്ങനെ തുറക്കും. ഇത്രേ ഉള്ളു. സോ സിമ്പിൾ. ഓയാ. അല്ല സാറേ, ഇത് വള്ളി പോലെ പറഞ്ഞങ്ങ് കേറുവങ്ങ്. സിമ്പിളാന്ന് പറഞ്ഞതാ. ഇതെന്തോന്നടി? വിഗ്, മേക്കപ്പ് ബോക്സ്, ഒരു സെറ്റ് പല്ല്. അതെ. ഈ മേക്കപ്പ് എവിടെ നടിയത്? അത് ഇന്നലെ രാത്രിയെ എന്റെ ഭർത്താവിന് ശ്വേതാമേനോന്റെ വീട്ടിലായിരുന്നു സാറേ മോഷണം. അപ്പൊ അവിടുന്ന് അങ്ങോട്ടും കിട്ടിയതാ. അപ്പൊ സ്വർണ്ണം വല്ലോ കിട്ടിയോ? ഓ, അവിടെ ഒന്നും ഒരു തേങ്ങയില്ല സാറേ. കള്ളം പറയരുത്. ഇതിനകത്ത് സ്വർണ്ണം ഇടറി. സാറേ, എന്റെ അമ്മയാണ് സത്യം. എന്റെ കെട്ടിയോനും ആ മുതലൊന്നും ഇവിടെ ഇല്ല. സത്യം. എടി ഇവിടെ തന്നെ ഇല്ല സാറേ. അപ്പൊ അലമാരയിലുണ്ടാവും. അലമാര തുറക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അലമാര തുറന്നാല്? അലമാര തുറക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അലമാര തുറന്ന സാർ എന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് ഞാൻ ഉറക്കെ വിളിച്ച് പറയും. അപ്പൊ നാട്ടുകാർ കൂടും, സാറിന് സസ്പെൻഷനും കിട്ടും. ഞാൻ വിളിച്ചു പറയും. പ്ലീസ്, നിന്റെ കാല് ഞാൻ പിടിക്കാം. നീ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സസ്പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ഡിസ്പസ് ആണ്. കാല് ഞാൻ പിടിക്കാം എന്നും പറഞ്ഞ് കാല് പിടിക്കുമെന്ന് കരുതിയോടി നീ? ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ടാടി വന്ന. എനിക്ക് മനസ്സിലായി നീ ആരാണെന്ന്. ഞാൻ വന്നപ്പോഴേ ഇത് കണ്ട എന്തുവാ? ബട്ടൺസിനകത്തെ ഒളി ക്യാമറ വെച്ചിരിക്കുക. ഞാൻ വന്ന് അന്നേരം പോലും മൊത്തം കവർ ചെയ്തിരിക്കുക. നിന്റെ ഈ കോപ്രാണ്ടത്തിന് മൊത്തം ഇതിനകത്ത് പിടിച്ച്. അതിനു വേണ്ടിയാണ് ഈ ഉടുപ്പിനകത്ത് ഞാനത്. എന്തു പറ്റി സാറേ? ഉടുപ്പ് മാറി. മാറിയാ? നാട്ടുകാരെ ഓടി വായോ. അയ്യോ, ഈ കാപാലങ്ങൾ എന്നെ പിച്ച് ചീന്തുന്നേ. പ്ലീസ്, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. എന്നെ നാറ്റിക്കരുത്. സാർ ഇപ്പോഴാണ് ശരിക്കും കുടുങ്ങിയത്. എങ്ങനെ? ദോണ്ട ക്യാമറ. സാറേ പിടിച്ചാ? പിടി വിട്ടടാ.